അറ്റ്ലീസ്റ്റ് ഒരു 10 ഇയേഴ്സിന്റെ കപ്പാസിറ്റിയിൽ വരാൻ പോകുന്ന AI വളർച്ചയെ, അതിന്റെ ദുരുപയോഗത്തെ തടയാനുള്ള ഒരു നിയമം നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ AI പ്രത്യേകിച്ച് അത്തരം കുറ്റകൃത്യങ്ങൾ തടയാൻ നമുക്കൊരു നിയമമില്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇല്ല. നമ്മൾ ഡിജിറ്റൽ അറസ്റ്റിലാണെന്ന് പറഞ്ഞൊരു വീഡിയോ കോളിൽ ഒരാൾ വരുമ്പോൾ ചിലരെങ്കിലും അനങ്ങാ പാറ പോലെ അവിടെ ഇരുന്നേക്കാം. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു പോലീസ് പരാതി എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. ആളുകളുടെ ഒരു സംശയമാണ് എപ്പോഴും, കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് നീതി ലഭിക്കുമോ, ഈ പണമൊക്കെ തിരികെ കിട്ടുമോ? പല കേസുകളിലും കോടതിയുടെ കാലതാമസമൊക്കെ ആളുകളെ ബാധിക്കാറുണ്ട്. സെറ്റിൽമെന്റിൽ കൂടിയാണ് പണം നഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും നീതി ലഭ്യമാകുന്നത്. സൈബർ ടെററിസത്തിനെ ലൈഫ് ഇംപ്രിസൺമെന്റ് വരെ അത് നിഷ്കർഷിക്കുന്നുണ്ട്. ചൈൽഡ് പോണോഗ്രഫി അല്ലെങ്കിൽ ചൈൽഡ് അബ്യൂസ്, അതിനുവേണ്ടി ഡിജിറ്റൽ സ്പേസുകളെ ഉപയോഗിക്കുന്നവർക്ക് 7 വർഷം വരെ ശിക്ഷ നൽകാനും നിയമത്തിലെ വിവിധ വകുപ്പുകൾ നിഷ്കർഷിക്കുന്നു. അഡ്വക്കേറ്റ് റെബിൻ ഗ്രാലനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സൈബർ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടുള്ള ചില സംശയങ്ങൾ നമുക്ക് പ്രേക്ഷകർക്കും നമുക്കൊക്കെയുള്ള ചില സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നതാണ് ഇന്നത്തെ പർപ്പസ്. ഓക്കെ, താങ്ക് യു. എന്താണ് യഥാർത്ഥത്തിൽ സൈബർ കുറ്റകൃത്യം? 2000-ലെ IT നിയമത്തിന്റെ ഒരു ചട്ടക്കൂടിൽ നിന്നാണ് നാം എല്ലാവരും ഇന്ന് കാണുന്ന ഈ സൈബർ തട്ടിപ്പുകൾക്ക് മുഴുവൻ ഒരു ഗൗരവകരമായ രീതിയിലുള്ള ഒരു പണിഷ്മെന്റ് കൊടുക്കണം എന്ന രീതിയിലേക്ക് ചർച്ച വന്നത്. നമുക്കറിയാവുന്നതുപോലെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നടക്കുന്ന, അതിനെ വളരെ റൂട്ട് ആയിട്ട് പറയുവാണെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ, ഡിജിറ്റൽ നെറ്റ്വർക്കുകൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധന സാമഗ്രികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിജിറ്റൽ സ്പേസിൽ വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലും കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാം തന്നെ അത്തരം തട്ടിപ്പുകളുടെ ഒക്കെ ഒരറ്റത്ത് നമുക്ക് ഈ നിയമത്തിനെ സ്ഥാപിക്കാൻ സാധിക്കും. അത്തരം കാര്യങ്ങളെ പലതരത്തിൽ വർഗീകരിച്ച് പറയാം. ഇപ്പോൾ ഒരാളെ പതിവായി കമ്പ്യൂട്ടർ സ്പേസിൽ, ഇന്റർനെറ്റ് സ്പേസിൽ കൂടെ അവരെ പിന്തുടരുന്ന രീതിയിൽ വരുവാണെങ്കിൽ, നമ്മൾ ഒരാൾ വഴിപ്പോക്കൻ നമ്മളെ ശല്യം ചെയ്യുന്നതിനെ നമ്മൾ സ്റ്റോക്കിംഗ് എന്ന് പറയും, തുറപ്പിച്ചു നോക്കി മറ്റും. അത് ഈ IT നിയമത്തിന്റെ രീതിയിൽ കമ്പ്യൂട്ടർ സ്പേസിൽ കൂടെ വന്നാൽ അതും കുറ്റമായിട്ട് മാറുകയാണ്. അപ്പോൾ പലതരം ഓൺലൈൻ ഫ്രോഡുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ പണ്ട് കഴുതയെ ഉപയോഗിച്ച് അതിർത്തി കടത്തുന്ന രീതിയിൽ ഇപ്പോൾ പണം കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ വഴിക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുന്ന മണി മ്യൂളുകളായിട്ട് മാറുന്ന കോവർ കഴുതകളെ പോലെ പണം ഡിജിറ്റൽ ചാനൽസിൽ കൂടെ പോകുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ പെടുന്ന രീതികൾ ഫിഷിംഗ്, മോർഫിംഗ്, അതുപോലുള്ള സൈബർ സ്റ്റോക്കിംഗ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഇങ്ങനെ വളരെ വലിയൊരു ക്യാൻവാസിലാണെങ്കിലും പ്രഥമ ദൃഷ്ട്യ കമ്പ്യൂട്ടർ സ്പേസ്, മൊബൈലുകൾ ഇവ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കാര്യത്തിനെ അതിൻ്റെ കുറ്റകരമായ രീതിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരാളുടെ ശരീരത്തിനെ, മനസ്സിനെ, അല്ലെങ്കിൽ അയാളുടെ ആരോഗ്യത്തിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ, ഈവൻ അദ്ദേഹത്തിൻ്റെ ഒരു റെപ്യൂട്ടേഷനെ ഡാമേജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ പഴയ നിയമത്തിൻ്റെ ഒഫൻസുകൾ പറയുന്നതിന് നമുക്ക് ഈ സൈബർ സ്പേസിലേക്ക് കൊണ്ടുവരികയും സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് ധൈര്യമായിട്ട് വിളിക്കുകയും ചെയ്യാം. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോൾ സാധാരണ മനുഷ്യർ, നമ്മൾ സ്ഥിരം മൊബൈൽ യൂസ് ചെയ്യുന്നവരാണ്, പലതരം പോസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, വീഡിയോയ്ക്ക് താഴെ പോയി കമൻറ്റ് ചെയ്യുന്നവരുണ്ട്. പലർക്കും അറിയില്ല ഇതിൽ ഏതൊക്കെയാണ് കുറ്റകരമാണ്, ഏതൊക്കെ കുറ്റകരമല്ല എന്ന് പറയുന്നത്. അപ്പം ഏതൊക്കെ തരത്തിലുള്ള പ്രവൃത്തികളെയാണ് നമ്മൾ കുറ്റകൃത്യമായി കണക്കാക്കുന്നത്? ഈ മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് നൂഴ്ന്നു കയറുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഒക്കെ വരുന്നതിന് ഒരു കുറ്റത്തിന്റെ ആംബിറ്റിലേക്ക് വരാം. അപ്പൊ പൊതുവായി പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു പബ്ലിക് സ്പേസിൽ ഇരുന്നു കൊണ്ട്, അത് ഒരു ബസ് സ്റ്റോപ്പിനെ വേണമെങ്കിൽ നമുക്ക് കാണാം, അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ, നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാളോട് എങ്ങനെ പെരുമാറുന്നു, ആ ഒരു കീപ്പ് വൺ ഹാൻഡ് ഡിസ്റ്റൻസ് തിയറി പബ്ലിക് സ്പേസിനെ പോലെ കണ്ടുകൊണ്ട് നമുക്ക് ഇതിൽ ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ ഈ അടുത്ത് കണ്ട ഹൈക്കോടതിയിൽ വന്ന ഒരു കേസിന്റെ ഒരു രത്ന ചുരുക്കം പറയാം. അവരെ ഒരു പോലീസ് സംവിധാനത്തിലെ, അതും ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ, നാട്ടിലെ പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന രീതിയിൽ ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ എന്ന് പ്രഥമ ദൃഷ്ടിയെ കാണുന്ന രീതിയിലുള്ള ഒരു സ്കെച്ചിങ്, ആ സ്കെച്ചിങ് ഒരു പോലീസ് ജീപ്പിനോട് കൂടി ചേർത്തിക്കൊണ്ട് അവരാ നിൽക്കുന്ന ചിത്രം ഒരു പോസ്റ്റായിട്ട് ഇടുകയാണ്. അവരുടെ കമന്റ് പോലെ, അതിനെ ഒരു അടിക്കുറിപ്പ് പോലെ, ഈ ഒരു നാട്ടിൽ ബുദ്ധിമുട്ടിക്കുന്നു എന്ന രീതിയിൽ ആ അർത്ഥം വരുന്ന ഒരു വാചകം എഴുതുന്നു. പ്രഥമ ദൃഷ്ട്യ ഇതിനൊരു കാർട്ടൂൺ സ്വഭാവത്തിൽ, നമ്മുടെ കാർട്ടൂണിന്റെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആർട്ടിക്കിൾ 19 വ്യക്തിയുടെ അഭിപ്രായ പ്രകടനത്തിലുള്ള സ്വാതന്ത്ര്യമായി തോന്നുന്നുവെങ്കിലും, ഇദ്ദേഹത്തിന്റെ സുഹൃത്തായ മറ്റൊരു വ്യക്തി കുറച്ച് സമയങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ഒരു പോപ്പുലർ കമന്റ്സിന്റെ സെക്ഷനിൽ മറ്റൊരു കമന്റ് നൽകുകയും ആ കമന്റിൽ ഒരു അശ്ലീല ഭാഷ ഉപയോഗിക്കുകയും ചെയ്യുന്നു.
പക്ഷെ പിന്നീട് കോടതിയിലേക്ക്, പ്രോസിക്യൂഷനിലേക്ക് കേസ് വരുന്ന സമയത്ത് ഈ കമന്റ് ചേർത്ത് വായിക്കുന്ന ചിത്രവും കൂട്ടി വായിക്കുമ്പോൾ ഈ സ്ത്രീയുടെ ഒരു വ്യക്തിത്വത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരിലേക്ക് ഒരു അശ്ലീല ചുവയുള്ള പരാമർശം കൊണ്ടുപോകുന്ന രീതിയിൽ ഒരു 354-ന്റെ കൊണോട്ടേഷനിലുള്ള പഴയ കോഡിന്റെ മൊഡസ്റ്റി, ഒരു വുമന്റെ മൊഡസ്റ്റി, ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള കുറ്റം വരെ ചുമത്താൻ ഇടയായി. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഒരു പോസ്റ്റ് മാത്രമല്ല, നമ്മുടെ ഒരു കമന്റും റീഡ് അക്കോർഡിംഗ് ടു ദ ഏർലിയർ പോസ്റ്റ്, അല്ലെങ്കിൽ എന്താ പറയുക, വരികൾക്കിടയിലൂടെ വായിക്കുക എന്ന രീതിയിലേക്ക് വരുമ്പോൾ നാം അറിയാതെ നാമും ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയായി പോകുന്ന സാഹചര്യങ്ങൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പൊതുവെ കാണുന്ന ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ശരിക്കും ഈ ഡിജിറ്റൽ അറസ്റ്റിൽപ്പെട്ടത് ഒരാൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് സംഭവിക്കുമ്പോൾ അത് പാനിക്കാവും നമ്മൾ. ആ സമയത്ത് ആദ്യത്തെ ഒരു കുറച്ച് മണിക്കൂറുകളുണ്ടല്ലോ, എന്താണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നിയമപരമായി ചെയ്യേണ്ടത്? ഈ ഡിജിറ്റൽ അറസ്റ്റ് എനിക്ക് തോന്നുന്നു സമൂഹത്തിന്റെ പല തുറയിലുള്ളവര്, ഇപ്പോൾ പോപ്പുലർ സിനിമയിൽ പോലും കാണിച്ച രീതിയിൽ സൈബർ പോലീസിങ്ങിന്റെ രീതികളൊക്കെ തുറന്നു കാണിച്ചതിൽ വളരെ വിഹലമായിട്ട് പ്രശ്നങ്ങളൊക്കെ പറയുന്ന ഒരു മുത്തശ്ശൻ അവസാനം അയാളുടെ ഐഡന്റിറ്റി ചോദിക്കുമ്പോൾ ഹീസ് എ റിട്ടയർഡ് ബാങ്കർ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സെർവിംഗ് ബാങ്കർ, വേലി തന്നെ ഉളവ് തിന്നുന്ന അവസ്ഥയിലേക്ക് ബാങ്കിങ് രംഗത്തെ എക്സ്പേർട്സിന് പോലും ഈ സൈബർ തട്ടിപ്പുകളിൽ പെടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. എന്തിനധികം പറയുന്നു, കടുവയെ പിടിക്കുന്ന കിടുവ പ്രമുഖ അഭിഭാഷകന്മാർ തെക്കൻ തിരുവിതാംകൂറിൽ വലിയ യശസ്സുള്ള എല്ലാവിധ ക്രിമിനൽ കേസുകളിലും പ്രഗത്ഭനായ അഭിഭാഷകൻ പോലും ഈ അടുത്ത കാലത്ത് നമ്മളോട് തുറന്നു പറച്ചിൽ നടത്തി, എൻ്റെ വലിയൊരു പണം സൈബർ തട്ടിപ്പിൽ നഷ്ടമാവുകയാണ്. അപ്പോൾ സൈബർ തട്ടിപ്പുകാരെ, പ്രത്യേകിച്ച് സൈബർ അറസ്റ്റ് എന്ന് പറഞ്ഞ് വിളിക്കുന്നവരെ ഒരു യൂണിഫോം ധരിച്ച്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു പോലീസ് കോഡിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്നതിന് കേരള പോലീസുകാർ അതിനെ പരിഹസിച്ചുകൊണ്ട് വീഡിയോ ഒക്കെ ഇറക്കി നോക്കുമ്പോൾ കേരള പോലീസിലെ ആൾ തിരിച്ചു മറുപടി കൊടുക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും അത്ര എളുപ്പമല്ല. ആ ഒരു സ്പർ ഓഫ് മൊമെന്റിൽ നമ്മൾ ഡിജിറ്റൽ അറസ്റ്റിലാണെന്ന് പറഞ്ഞൊരു വീഡിയോ കോൾ ഒരാൾ വരുമ്പോൾ ചിലരെങ്കിലും അനങ്ങാ പാറ പോലെ അവിടെ ഇരുന്നേക്കാം. അങ്ങനെ വരുന്ന ഒരു ഇതിൽ ഇപ്പം നമുക്ക് പറയില്ലേ, പെട്ടെന്ന് നമുക്കൊരു ക്രൈസിസ് വരുമ്പോൾ, ഒരു വലിയ ഡിപ്രഷൻ അല്ലെങ്കിൽ വലിയൊരു ക്രൈസിസ് അല്ലെങ്കിൽ പണപരമായ ഒരു കാര്യം വരുന്നു, ഈ സൂയിസൈഡ് ടെൻഡൻസീസ് ഉള്ളവരൊക്കെ ഹെൽപ്പ് ലൈനിൽ വിളിക്കണമെന്ന് പറയുന്നത് പോലെ ഇപ്പോൾ എല്ലാവരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫോണിൻ്റെ റിംഗ് ടോണിൽ ഈ കേന്ദ്ര ഗവൺമെൻറ് പരസ്യം ചെയ്യുന്നുണ്ട്. ഒരു സൈബർ അറസ്റ്റ് നടന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു മുറയ്ക്ക് പൊതുജനങ്ങളെ മുഴുവൻ ബോധവൽക്കരിക്കാനായിട്ട് എല്ലാ രാവിലെയും നമ്മൾ ഫോൺ എടുക്കുമ്പോൾ ഒരു ആളെ ഡയൽ ചെയ്യുമ്പോൾ കൃത്യമായ ഒരു ഡിസ്ക്ലെയിമറായിട്ട് നമുക്ക് നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ട് കേന്ദ്ര സർക്കാർ. നിങ്ങളെ ഡിജിറ്റൽ അറസ്റ്റ്, സൈബർ അറസ്റ്റ് എന്ന് പറഞ്ഞു വിളിക്കുന്നത് പോലീസ് എന്നോ ജഡ്ജ് എന്നോ പറഞ്ഞു വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉടനടി 1930 എന്ന കേന്ദ്ര കസ്റ്റമർ നമ്പറിലേക്ക്, ഹെൽപ്പ് ലൈനിലേക്ക് വിളിച്ചത് റിപ്പോർട്ട് ചെയ്യണം. അപ്പം അങ്ങനെ നമ്മൾ പരാതിപ്പെടുമ്പോൾ ഇനീഷ്യലി നമുക്കുണ്ടാകുന്ന എന്തെങ്കിലും പണപരമായ അപഹരിക്കലും മറ്റും നമ്മുടെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണോ ആ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനവുമായിട്ട് കോർത്തിണക്കിക്കൊണ്ട് ഈ പണം അപഹരിച്ച് ചെന്നെത്തിയിരിക്കുന്ന നേരത്തെ ഞാൻ സൂചിപ്പിച്ച കോവർ കഴുതകളെ പോലുള്ള അക്കൗണ്ടുകളിലേക്ക്, അതൊരു പക്ഷേ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിലുള്ള ഒരു അക്കൗണ്ട് ആയിരിക്കാം, ആ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന ബാങ്കിനോട് അത് ഫ്രീസ് ചെയ്യാൻ പറയുകയും അങ്ങനെ ഫ്രീസ് ചെയ്യുന്ന മുറയ്ക്ക് നമ്മുടെ പണം അവിടെ സുരക്ഷിതമായിട്ട് പിടിച്ചു വെക്കുകയും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഈ നമ്പർ മറക്കരുത്. 1930 നമ്പറിനെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. ഈ ഡിജിറ്റൽ അറസ്റ്റുകൾ വരുന്ന മുറയ്ക്ക് ആദ്യം ചെയ്യേണ്ട ഒന്ന്. ചില ആളുകളെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോയി കംപ്ലൈന്റ് ചെയ്യും. അതാണോ കുറച്ചും കൂടെ എളുപ്പം, അതോ ഈ രീതി സ്വീകരിക്കുന്നതാണോ എളുപ്പം? അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുമ്പുണ്ടായിരുന്ന ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ നിന്നുള്ള 1860 മുതലുള്ള ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചിട്ട് ഒരു കൺസേൺഡ് ജൂറിസ്ഡിക്ഷൻ നോക്കിക്കൊണ്ട് മാത്രമേ ക്രൈം എടുക്കുള്ളൂ. നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, തൃപ്പൂണിത്തറയിൽ പോലീസിന്റെ അടുത്ത് പോകുമ്പോൾ അവര് അപ്പുറത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പറയുന്നു. തൃശ്ശൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അവർ പറയും, ടൗൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ പറയും അല്ല അത് വെസ്റ്റിന്റെ ജൂറിസ്ഡിക്ഷനിലാണ്. അപ്പൊ അത്തരം ഒരു കൺഫ്യൂഷൻ നിലവിലുള്ള സാഹചര്യത്തിലാണ് പാർലമെന്റേറിയൻസ് നിയമ സംവിധാനം അവരുടെ പാർലമെന്റ് നിശ്ചയിച്ചുറപ്പിച്ച ഒരു മാറ്റം കൊണ്ടുവരുന്നത്. അത് ഭാരതീയ ന്യായ സംഹിത വന്നതോടുകൂടി, അതിന്റെ പ്രൊസീജിയർ കോഡായ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയും വന്നതോടുകൂടി BNSSന്റെ ഓപ്പറേഷനിൽ ഒരു 0 FIR എന്ന രീതി വന്നു. അപ്പോൾ നമുക്ക് ഒരു അറ്റാക്ക് സൈബറിലായാലും അല്ലെങ്കിൽ ഫിസിക്കലി എവിടെയെങ്കിലും നേരിട്ടാൽ അത് ഒരു പക്ഷേ ബോംബെയിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറുന്ന നേരത്തുണ്ടായ ഒരു സ്ത്രീത്വത്തോടുള്ള അപമര്യാദ വിഷയം കൊച്ചിയിലെത്തിക്കൊണ്ട് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തി പരാതിപ്പെടുന്ന അവസരത്തിലും അതിനെ ഒരു 0 FIR എന്ന രീതിയിൽ വേണമെങ്കിൽ അത് ബോംബെയിലെ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന ജൂറിസ്ഡിക്ഷനിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് കുറ്റാന്വേഷണം നടത്താവുന്ന രീതിയിലേക്ക് ഇത് വളർന്നു കഴിഞ്ഞു.
അപ്പൊ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ സ്പേസ് എന്ന് പറയുമ്പോൾ ഒരാളുടെ അക്കൗണ്ട് ഇരിക്കുന്ന സ്ഥലം ആസാമായിരിക്കും, മറ്റ് പണം അപഹരിച്ചു പോയ ഇത് സൂറത്തിലെ അക്കൗണ്ടിലായിരിക്കും. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു പോലീസ് പരാതി എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. പാരലലി നമ്മൾ 1930 പോലുള്ള നമ്പറുകൾ വിളിച്ചു പറഞ്ഞാലും കഴിയുമെങ്കിൽ ഒരു മെയിൽ അയച്ചോ രജിസ്റ്റേർഡ് തപാൽ അയച്ചോ ഈ ഇഷ്യൂ നടന്നിരിക്കുന്ന ഈ പണം അപഹരിക്കുന്ന നടത്തിയതിൻ്റെ ഒരു ത്രെഡുള്ള ഏറ്റവും റൂട്ടുള്ള എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സ്ഥലം അത് എവിടെയാണോ അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ കംപ്ലൈൻറ്റ് നൽകുകയാണെങ്കിൽ അവർ നോക്കിയും കണ്ടും ഏത് അക്കൗണ്ടിലേക്കാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഇത് എത്തിച്ചേർന്നിരിക്കുന്നത് ആ അക്കൗണ്ടിനെ ആ സ്ഥലത്ത് വെച്ച് ഫ്രീസ് ചെയ്യിപ്പിക്കുന്ന അതിലൊരു സംശയം ഉണ്ട്. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന കൊച്ചിയില് ഈ കുറ്റകൃത്യം അല്ലെങ്കിൽ ഇവര് ആളുകൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ സംസ്ഥാനത്തിരുന്നായിരിക്കും. അപ്പൊ നമ്മൾ കേരളത്തിൽ ഈ കൊച്ചിയിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൊടുക്കണോ അതോ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൊടുക്കണോ എന്നുള്ളത്? അതായത് ഇപ്പൊ കൊച്ചിയിൽ ഇരിക്കുന്ന നിങ്ങളുടെ ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ട് കൊച്ചിയിൽ നിന്നാണ് ഈ പണം അപഹരിക്കപ്പെട്ടത് എന്ന് വിചാരിക്കുക. ആ അക്കൗണ്ട് സ്ഥിതി ചെയ്യുന്നത് കസബ പോലീസ് സ്റ്റേഷൻ എന്ന് വിളിക്കുന്ന എറണാകുളത്ത് നോർത്ത് പോലീസ് സ്റ്റേഷൻ. ഈ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പോയിക്കൊണ്ട് നോർത്ത് പോലീസ് സ്റ്റേഷന്റെ കീഴിലുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് എൻ്റെ കാശ് മിസ്സിങ് വന്നിരിക്കുന്നത്. ആ ജൂറിസ്ഡിക്ഷൻ കാണിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഞാൻ ഇവിടെ ഉള്ള ആളായതുകൊണ്ടും ഒരു ആക്സസ് എളുപ്പത്തിനും നമ്മുടെ ഭാഷ മലയാളം അവരോട് കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാവുന്നതുകൊണ്ടും എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഇന്ന് ഇപ്രകാരം ഒരു ഇൻസിഡന്റ് നടന്നതായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് ഒരു FIR സമർപ്പിക്കുന്നു. ആ FIRനെ തത്തുല്യമായിട്ട് ഇവർ അന്വേഷണം നടത്തിക്കൊണ്ട് ഇവർ കണ്ടെത്തുകയാണ് ഗുജറാത്ത് സംസ്ഥാനത്ത് സൂറത്ത് പോലീസ് സ്റ്റേഷന്റെ കീഴിലുള്ള സൂറത്തിലുള്ള ഒരു ബാങ്കിലേക്കാണ് ഇത് വിഘടിച്ചു പോയതിൽ ഒരു എമൗണ്ട് വന്നിരിക്കുന്നത് സൂറത്തിലെ ഒരു ബാങ്കിലേക്കാണ്. ആ ബാങ്കിന്റെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് അവിടെ വസ്ത്ര കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു X എന്ന് പറയുന്ന വ്യക്തിയുടേതാണ്. ഇവർ ഇമ്മീഡിയറ്റ്ലി ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ പിന്നീട് കേരളത്തിലുള്ള നമ്മൾ ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ രീതികൾ അനുസരിച്ച് ആ സൂറത്തിലുള്ള ആ വ്യാപാരി അക്കൗണ്ട് ഉപയോഗിക്കുന്ന വ്യാപാരി വരെ പ്രതിയാക്കപ്പെട്ട് ഒരു കേസ് ചുമത്തപ്പെടുകയാണ്. ഇനിയാണ് രണ്ട് സാഹചര്യങ്ങൾ. ഈ സൂറത്തിലെ വ്യാപാരി അറിഞ്ഞോ അറിയാതെയോ ഇതിന്റെ ഭാഗമായി പോയി എന്ന ഒരു സ്റ്റോറി വന്നേക്കാം, ഒരു ഡിഫൻസ് വന്നേക്കാം. പക്ഷെ ആ അക്കൗണ്ടിൽ ആ പണം വന്നതിന്റെ ഉത്തരവാദിത്വം അയാൾക്കുണ്ട്. അപ്പൊ സാന്ദർഭികമായിട്ട് ഈ കേരള പോലീസ് അവരെ എന്തായാലും പ്രതിയായിട്ട് അറേഞ്ച് ചെയ്യും. അപ്പോൾ ഒരു പക്ഷേ അടുത്ത സ്റ്റേജിൽ ഈ കേസ് ക്വാഷ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് കേസ് അവസാനിപ്പിക്കാൻ സൂറത്തിലെ വ്യാപാരിക്ക് അദ്ദേഹത്തിന്റെ മറ്റ് കച്ചവടങ്ങൾ ഈ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന 10 ലക്ഷം രൂപ കൊണ്ട് ഫ്രീസ് ആയതുകൊണ്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണ്. അല്ലെങ്കിൽ അയാൾക്ക് അതിന്റെ പ്രൊസീജിയർ ക്ലിയർ ചെയ്ത് അയാളുടെ അക്കൗണ്ട് ചാലു ആക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനെ ഈ രണ്ട് സ്റ്റേറ്റിലെ പോലീസ് തമ്മിൽ സാഹചര്യം വരികയും ഈ പറയുന്ന ആ അക്കൗണ്ടിൽ തെറ്റായി എത്തിയ തുക നമുക്ക് തിരിച്ചു തരാനുള്ള ഒരു സംവിധാനം വരികയാണെങ്കിൽ കേരളത്തിൽ പിന്നീട് നോർത്ത് പോലീസ് സ്റ്റേഷന്റെ ജൂറിസ്ഡിക്ഷനിലുള്ള മജിസ്ട്രേറ്റ് കോടതി അല്ലെങ്കിൽ സെഷൻസ് കോടതിയിലൊന്നും ഒരു വലിയ വിചാരണയിലേക്ക് പോകാതെ തന്നെ ഈ ഒരു ചാനലൈസിങ് വഴിക്ക് ഒരു ബഹുഭൂരിഭാഗം മണി തന്നെ നമുക്ക് തിരിച്ചെത്തിക്കാനും അതിന് നേരത്തെ പറഞ്ഞ ഈ ഫ്രീസിംഗ് സപ്പോർട്ടിൽ ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ വരുന്നു. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യുപകാരം എന്ന രീതിയിൽ വേണമെങ്കിൽ സൂറത്തിലെ വ്യാപാരിയെ നമുക്ക് പണം കിട്ടുന്ന മുറയ്ക്ക് ഇതിൽ നിന്ന് വിടുവിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ അയാൾക്ക് ഒരു സെറ്റിൽമെന്റ് അഫിഡവിറ്റ് കൊടുത്ത് അത് കൺസേൺഡ് ജൂറിസ്ഡിക്ഷണൽ ഹൈക്കോടതികളിൽ പോയി കഴിഞ്ഞാൽ, അതായത് സ്വാഭാവികമായിട്ടും കേരള ഹൈക്കോടതിയിൽ അത് BNSലെ 528 ഇൻഹറന്റ് പവേഴ്സ് അനുസരിച്ചിട്ട് വേണമെങ്കിൽ അയാൾക്ക് ഒരു കേസിലെ പ്രതി എന്ന അവസ്ഥയെ മാറ്റി കൊടുത്തുകൊണ്ട് അവരെ റിലീസ് ചെയ്യാം. അപ്പൊ പ്രൊലോങ്ഡ് ആയിട്ട് ഇത് കേസും വിചാരണയും പോയിട്ട് സത്യവും ശരിയും തെളിയിക്കുന്നേക്കാളും ഈ 1930 ഒരു ഓപ്പറേഷൻ ഇമീഡിയറ്റ്ലി ആ പണം അടങ്ങുന്ന അക്കൗണ്ടിനെ ഒന്ന് ബ്ലോക്ക് ചെയ്യുന്നു. അതിൽ തന്നെ പല ഇന്റർപ്രിട്ടേഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ അക്കൗണ്ടിലെ മുഴുവൻ മണി ബ്ലോക്ക് ചെയ്യുന്നത് പറ്റില്ല, തെറ്റായി വന്നു എന്ന് പറയുന്ന ആ മണി മാത്രമാണ്. പക്ഷെ എങ്കിലും ഒരു തെറ്റായ ചങ്ങലയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ അമിത ലാഭം എടുക്കാൻ വേണ്ടിയിട്ട് ഏർപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പുറത്തിരിക്കുന്നത് എന്ന് വിചാരിക്കുക. ഒരു കൺസേൺഡ് സ്റ്റേറ്റ് പോലീസ്, പ്രത്യേകിച്ച് കേരളം പോലുള്ള വളരെ മനോഹരമായിട്ട് പോലീസിംഗ് നടത്തുന്ന ഇത്തരം വിഷയങ്ങളിൽ സൈബർ പോലീസ് വലിയ അവധാനതയോടെ ചെയ്യുന്നവരെ കൃത്യമായിട്ട് ഇത് പറയുമ്പോൾ അയാൾ റെസ്പോണ്ട് ചെയ്യാൻ നിർബന്ധിതരാകും. സോ വി ആർ ലക്കി. കേരള പോലീസിന്റെ ഈ ഒരു സിസ്റ്റം കിട്ടിയത് കൊണ്ടാണ് നമുക്ക് നഷ്ടപ്പെട്ട പണം പലതും തിരികെ പിടിക്കാൻ സാധിക്കുന്നത്. ബഹുഭൂരിപക്ഷം വിഷയങ്ങളിലും ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി മേലെ ആകാശം താഴെ ഭൂമി പോലുള്ള ഒരാളാണ് അപ്പുറത്തിരിക്കുന്നത്. അയാൾക്ക് ഈ അക്കൗണ്ട് വീണ്ടും തിരിച്ച് ഓർഡിനറി ലൈനിൽ അതിനെ ഡീഫ്രീസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ കുറച്ച് ഉഷ്ണിക്കേണ്ടി വരും. അതിന് വരും മാസങ്ങളും വർഷങ്ങളും എടുത്തുകൊണ്ട് ട്രയൽ കോടതിയിൽ, വിചാരണ കോടതിയിൽ, മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ കേസ് പുഷ് ചെയ്ത് അത് വാറന്റാക്കി കേരള പോലീസിനെ കൊണ്ട്
അവിടെ കൊണ്ടുപോയി അവരെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോകേണ്ടി വരും. ആളുകളുടെ ഒരു സംശയമാണ് എപ്പോഴും, കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് നീതി ലഭിക്കുമോ, ഈ പണമൊക്കെ തിരികെ കിട്ടുമോ? പല കേസുകളിലും കോടതിയുടെ കാലതാമസമൊക്കെ ആളുകളെ ബാധിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. എങ്ങനെയാണ് ഇത് പരിഹരിക്കപ്പെടുന്നുണ്ടോ, പ്രതീക്ഷ കൊടുക്കാമോ ആളുകൾക്ക്? ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു മറ്റേത് ഒരു നിയമ സംവിധാനത്തിലും മറ്റേത് ഒഫൻസിനെയും വെച്ച് നോക്കുമ്പോൾ സൈബർ കേസുകളിൽ വളരെ പ്രോആക്റ്റീവ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് പ്രത്യേകിച്ച് കേരള പോലീസിൽ നിന്ന് വരുന്നത്. അപ്പം നമ്മുടെ മനുഷ്യർക്ക്, നമ്മുടെ ആളുകൾക്ക് ഇത്തരത്തിൽ പണം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൺസേൺഡ് ഇതിൻ്റെ ഒരു പാറ്റേൺ, മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് കൂടുതലും അന്യസംസ്ഥാനത്തുള്ള തൊഴിൽ രഹിതരോ അല്ലെങ്കിൽ ജീവിതത്തിന്റെ തുടക്ക കാലഘട്ടത്തിലെ കൗമാരം കഴിഞ്ഞ് യൗവനത്തിൽ ജോലി തേടുന്നവരോ ഇവരുടെയൊക്കെ പേരിലുള്ള ഈ മ്യൂൾ അക്കൗണ്ടുകൾ വെച്ചിട്ടാണ് ഈ പണം ചാനലൈസ് ചെയ്യുന്നത്. അല്ലാതെ ഈ തട്ടിച്ചെടുക്കുന്ന പണം മുഴുവൻ ഒന്നിച്ചല്ല. ഇവർ വളരെ പെട്ടെന്ന് ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരുപാട് ശൃംഖലയിൽ കൂടി കടത്തി വിട്ടിട്ട് ചെറിയ ചെറിയ എമൗണ്ടുകൾ എത്തുന്നു. ആ എത്തുന്ന എമൗണ്ടുകൾക്ക് ചെറിയ കമ്മീഷൻ കൊടുത്തിട്ടാണ് ഈ യുവാക്കളെയൊക്കെ ഇതിൽ ചേർത്തി നിർത്തുന്നത്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഒരു ഫേസ് എന്ന് പറയുന്നത് ആ നെറ്റ്വർക്കിൽ എവിടേക്കൊക്കെ ഇത് എത്തിച്ചേർന്നു എന്നതിൻ്റെ ഒരു മാപ്പിംഗ് ലഭിച്ചു കഴിഞ്ഞാൽ, ആസ് ഐ സെഡ് ഏർലിയർ, ആ വ്യക്തികൾക്ക് ഒരു മിനിമം പ്രൊഫൈൽ, ഈ മിനിമം പ്രൊഫൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ പ്രതിയാക്കപ്പെട്ട ഒരു കേസ് വന്നാൽ അതത് സംസ്ഥാനത്തെ ജാർഖണ്ഡിലെ ഏതെങ്കിലും ഒരു ക്രിമിനൽ അഭിഭാഷകനെ കണ്ടുകൊണ്ട് ഒരു ജാമ്യം എടുക്കണം, അല്ലെങ്കിൽ കേരള പോലീസ് എന്നെ വിളിച്ചു അവർ വന്ന് അറസ്റ്റ് ചെയ്യും, അത്തരത്തില് നമ്മൾ പറയുമല്ലോ ഒരു ക്രൈം അതിന് പണിഷ്മെന്റ് വരും എന്ന ഒരു മിനിമം ബോധ്യവും മിനിമം ടെൻഷനും ഉള്ള ഒരു ചുറ്റുപാടുകളുള്ള മനുഷ്യർ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ലീഗൽ ടീമിനെ കാണാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിവിടെ അപ്രോച്ച് ചെയ്ത് ഈ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ അവരതിൻ്റെ FIR എടുക്കാൻ അല്ലെങ്കിൽ കോടതിയിൽ ജാമ്യം എടുക്കാൻ, ഒരുപക്ഷെ അവരുടെ സംസ്ഥാനത്ത് അവരൊരു മുൻകൂർ ജാമ്യം ട്രാൻസിറ്റ് മുൻകൂർ ജാമ്യം എന്ന രീതിയിൽ ഒന്ന് പ്രയോഗിക്കാം. ഞങ്ങൾക്ക് കേരള ജൂറിസ്ഡിക്ഷനിൽ പോയിട്ട് കേരള പോലീസിൽ നിന്ന് മർദ്ദനമോ അപകടമോ ഒന്നും നേരിടാതെ അവിടെ പോയിട്ട് കൺസേൺഡ് ജൂറിസ്ഡിക്ഷണൽ കോർട്ടിൽ പോകാൻ ഒരു അവസരം തരണം. അപ്പോൾ അവിടുത്തെ ഹൈക്കോടതികൾ അത് ചിലപ്പോൾ സമീപിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇതിനൊരു ഫ്രെയിമിംഗ് വരുമ്പോൾ അതിൻ്റെ ഒരറ്റത്ത് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചാൽ പ്രതിയാക്കപ്പെട്ട ആളെ ഒരുപാട് നടത്തിക്കാതെ ഈ വിഷയം കേവലം പണപരമാണ്, ഈ വ്യക്തികൾ ജീവിതത്തിലെ മുമ്പ് കണ്ടിട്ടില്ല, ഇപ്പൊ ഞാനും താനും മുമ്പ് പരിചയമില്ല, ഈ പണം വന്നിരിക്കുന്നത് ആതിരയുടെ അക്കൗണ്ടിലേക്കാണെങ്കിൽ ആതിര എനിക്ക് തരുന്ന മുറയ്ക്ക് എനിക്ക് ആതിരയോട് മറ്റൊരു ഗ്രീവിയൻസും ഇല്ല. സോ ആ അക്കൗണ്ടിലെ പണം എനിക്ക് തിരിച്ചു ലഭിക്കുന്നു. അത് തന്നെ 5-6 പേരാണ് ആ ബൾക്ക് എമൗണ്ട് വരികയാണെങ്കിൽ അവരുടെ പേരിലേക്ക് ഐ ഹാവ് നോ സച്ച് ഗ്രീവിയൻസ് അഗെയിൻസ്റ്റ് ദീസ് പേഴ്സൺസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെറ്റിൽമെന്റ് അഫിഡവിറ്റ് ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പിലേക്ക് തയ്യാറാക്കിയാൽ, ആ ക്രൈം നമ്പറിൽ തയ്യാറാക്കിയാൽ, അത്തരം രീതിയിലാണ് ഇവിടെ മെജോറിറ്റി ക്രൈമുകളും തീർക്കപ്പെടുന്നത്, സെറ്റിലാകുന്നത്. അല്ലാതെ സൈബർ പോലീസ് കണ്ടെത്തിയ ഈ തെളിവുകളെല്ലാം ഫോറൻസിക് രീതിയിൽ അതിൻ്റെ ഒരു ട്രയൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ട് അതിൽ കുറ്റവാളിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ വലിയൊരു കാലഘട്ടത്തിലേക്ക് ശിക്ഷിക്കപ്പെടുകയും അവരെ അത് ജയിലിലേക്ക് പോയി നമുക്ക് നീതി ലഭിക്കുകയും ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങളോ സമയമോ എടുക്കുമ്പോൾ പണം പോയവന് ഒരു ജസ്റ്റിസ് അപ്രാപ്യമാകുന്ന ഒരു രീതിയിലേക്ക് വരുന്നു. അപ്പോൾ ആ രീതി വെച്ച് നോക്കുമ്പോൾ പാരലലി ഈ ഗോൾഡൻ അവർ സെറ്റ് ചെയ്തതും 1930 ആപ്ലിക്കേഷൻ ടെലിഫോണിൽ വിളിച്ച് നമ്മൾ പരാതി കൊടുക്കുന്നതും ഒക്കെ കാണുന്ന ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ, അതിനെ കൊട്ടിഘോഷിച്ച് പറയാൻ ആ വ്യവസ്ഥയ്ക്ക് ഒരു പരിമിതിയുണ്ട്. പക്ഷെ തത്വത്തിൽ ഇത് നടന്നു വരുന്ന പ്രാഗ്മാറ്റിക്കലി സേയിങ് ഈ തരം സെറ്റിൽമെന്റിൽ കൂടിയാണ് പണം നഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും നീതി ലഭ്യമാകുന്നത്. അത് തന്നെയാണ് ഒരു പ്രതീക്ഷ. അതിന് കൂടുതലോ കുറവോ നമുക്ക് പറയാനും സാധിക്കും. പലപ്പോഴും നമുക്കറിയാം വധശിക്ഷ ഈ പറഞ്ഞ പോലെ റേപ്പിന് വധശിക്ഷ വരുന്നു, മറ്റ് കൊലപാതക കേസിന് എന്താണ് വരുന്നതെന്ന് അറിയാം. ഈ സൈബർ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഡിജിറ്റൽ അറസ്റ്റ് പോലെയുള്ള കുറ്റകൃത്യങ്ങൾ എന്തായിരിക്കും മാക്സിമം ഒരാൾക്ക് ശിക്ഷ കിട്ടാൻ സാധ്യത? ഈ ഒരു ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിന്റെ ഒരു രീതി എന്ന് പറയുന്നത് ഹമ്മുറാബിയുടെ പഴയ കോഡ് വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും നമുക്കറിയാം ഒരു രാജ്യത്ത് 2 വിവിധ കുറ്റങ്ങൾക്ക് ഒരേ വലിയ ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടാണെന്ന് ചിലരെങ്കിലും അഭിപ്രായപ്പെടുന്ന ഒന്നാണ്. ഇപ്പോൾ റേപ്പിനൊരു ശിക്ഷ, വധശിക്ഷ കൊടുക്കുന്നു, ആ രാജ്യത്ത് നമ്മൾ ഒരാളെ കൊലപ്പെടുത്തിയാലും വധശിക്ഷ കൊടുക്കുന്നു. ഈ രണ്ടിനും കൂടിയിട്ട് വധശിക്ഷയാണെങ്കിൽ റേപ്പ് കപ്പിൾഡ് വിത്ത് മർഡറായിട്ട് മാറുന്നു എന്ന് പറയുന്നു. എന്ന് പറഞ്ഞ പോലെ ഒരുപക്ഷെ പാർലമെന്ററിയൻസ് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് കാണാം ഇത് അനന്തം അജ്ഞാതമായി കടൽ പോലെ കിടക്കുന്നതാണ്. ഒരു ഭയങ്കര വലിയൊരു ഹാക്കിംഗ് വിദഗ്ധന് ഏതറ്റം വരെയുള്ള കാര്യങ്ങളും ചെയ്യാം. പക്ഷെ നമ്മുടെ ബോഡിക്ക് ത്രെട്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മനസ്സിനെ, നമ്മുടെ പണത്തിനെ, അല്ലെങ്കിൽ കുട്ടികളുടെ പ്രൈവസി, ചൈൽഡ് പോണോഗ്രഫി, ഇനി ദേശസുരക്ഷ, നാഷണൽ ലെവലിലുള്ള ഒരു ദേശസുരക്ഷയുടെ ഒരു സൈബർ അറ്റാക്ക്, ടെററിസ്റ്റ് രീതിയിൽ അങ്ങനെ വർഗീകരിച്ചിട്ട്
ഇപ്പോൾ ഈ IT നിയമം 2000 തുടങ്ങുന്നതനുസരിച്ചിട്ട് അതിലെ വിവിധ അമെൻമെന്റുകളെയൊക്കെ ഉൾപ്പെടുത്തിയാലും ഒരു പരമാവധി ശിക്ഷയിൽ ഏറ്റവും ഉയർന്ന അഗ്ര രീതിയിൽ നിൽക്കുന്നത് സൈബർ ടെററിസത്തിനെ ലൈഫ് ഇംപ്രസൺമെന്റ് വരെ അത് നിഷ്കർഷിക്കുന്നുണ്ട്. എന്നാൽ വ്യക്തിയുടെ ബോഡി റൈറ്റ്സിനെയും അല്ലെങ്കിൽ അവരുടെ ഡിജിറ്റൽ റൈറ്റ്സിനെയും ഒക്കെ ചെയ്യുന്നതിന്, ഉദാഹരണത്തിന് ഐഡന്റിറ്റി തെഫ്റ്റ് പോലുള്ള കാര്യങ്ങൾക്ക് 3 വർഷം വരെ തടവ് ശിക്ഷയും അത് പ്രൂവ് ചെയ്യപ്പെടുന്ന സമയത്ത് ഒരു പിഴ ശിക്ഷ, ആ പിഴ ശിക്ഷ മറ്റ് IPC ഒഫൻസുകളിലൊക്കെ പണ്ട് പറഞ്ഞതുപോലെ 500 രൂപ മുതൽ 1000 രൂപ വരെ എന്ന രീതിയിലുള്ള ലഘുത്വം മാറ്റിക്കൊണ്ട് കുറച്ചും കൂടി വലിയ രീതിയിൽ ഒരു 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള റേഞ്ചിൽ, അപ്പർ റേഞ്ച്, സോ അപ് ടു 5 lakhs റുപ്പീസ്. അപ്പോൾ 3 വർഷം തടവ് ശിക്ഷയും 5 ലക്ഷം വരെ. അത് മിക്കവാറും മജിസ്ട്രേറ്റ് കോടതികൾ അല്ലെങ്കിൽ ട്രയൽ വിചാരണ നടക്കുന്ന കോടതികളൊക്കെ അതിനെ ഏറ്റവും അപ്പർ ലിമിറ്റിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നത് തന്നെയാണ് അതിൽ വലിയൊരു പ്രതീക്ഷ നൽകുന്നത്. എന്നാൽ തടവ് ശിക്ഷ ഒരു 3-ന്റെയും 7 വർഷത്തിന്റെയും ഇടയിലൊക്കെ ആയിട്ട് പോകുന്നില്ലേ എന്നൊരു ചോദ്യം ബാക്കിയാകുന്നുണ്ട്. ഇതിലെ ചൈൽഡ് പോണോഗ്രഫി അല്ലെങ്കിൽ ചൈൽഡ് അബ്യൂസ്, അതിനുവേണ്ടി ഡിജിറ്റൽ സ്പേസുകളെ ഉപയോഗിക്കുന്നവർക്ക് 7 വർഷം വരെ ശിക്ഷ നൽകാനും നിയമത്തിലെ വിവിധ വകുപ്പുകൾ നിഷ്കർഷിക്കുന്നു. ഒരു AI കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പം AI ഉപയോഗിച്ചുള്ള തട്ടിപ്പുകളാണ് പ്രത്യേകിച്ച് കൂടുതൽ കാണുന്ന ഈ AI വോയിസ് ക്ലോൺ പോലെയുള്ള തട്ടിപ്പുകൾ. ഇതിനെ എങ്ങനെയാണ് നമ്മൾ നിയമപരമായി പ്രതിരോധിക്കുന്നത്? നിയമത്തിന് അതിനൊരു സംവിധാനമുണ്ടോ? അതിന് ഈ AI ടെക്നോളജി വരുന്നതിൻ്റെ ഭാഗമായിട്ട് ലോകത്ത് മുഴുവൻ വലിയ കൺസേൺ ഉണ്ട്. ട്രാൻസ്നാഷണൽ ക്രൈംസ് കൂടുന്നതായിട്ട് കാണാം. വിദേശത്തുള്ള ഒരു ഡൊമൈനിൽ നിന്ന് ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ തയ്യാറാക്കുന്ന ഒരു AI രീതിയിലുള്ള ഒരു വിഷ്വൽ വെച്ചുകൊണ്ട് അതിൻ്റെ പരസ്യത്തിൽ വിസിറ്റിംഗ് വിസയ്ക്ക് പുറത്തു പോയി പഠിക്കാൻ വെമ്പുന്ന വിദ്യാർത്ഥികൾ, കേരളത്തിലുള്ളവർ അതിലേക്ക് പണം അയക്കുന്നു. അവസാനം അന്വേഷിച്ച് വരുമ്പോൾ അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഇല്ല, അങ്ങനെ ഒരു മേഡം ഇല്ല, അങ്ങനെ ഒരു സാറില്ല. ഇതെല്ലാം AI വിദ്യയിൽ കൂടി വരുന്ന മുഖങ്ങൾ കണ്ടാലും അത് യാഥാർത്ഥ്യമല്ലാത്ത ഒരു രീതിയിൽ. അപ്പോൾ ഈ ഡിജിറ്റൽ രീതിയിൽ അവരൊരു വെബ്സൈറ്റിലേക്ക് അവരെന്നെ ചലിപ്പിച്ച് അതിൽ പണമൊക്കെ വാങ്ങുമ്പോഴും ഇതിന് ഒഫൻസിനെ പ്രധാനമായിട്ട് ഹേതു എന്ന് പറയുന്ന ഒരു വസ്തുതയുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു അറിയിപ്പ്, ആ നോട്ടിഫിക്കേഷൻ അത് AI ജനറേറ്റഡ് ആണെങ്കിൽ ശരിക്കും പോലീസ് ഇരുട്ടിൽ തപ്പുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും എനിക്ക് തോന്നുന്നു അത് നമ്മുടെ ഇന്ത്യൻ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷനിൽ ഉള്ള സംഗതികൾക്കാണെങ്കിൽ, മറ്റത് പറയുമ്പോൾ പുറമേ ഉള്ളത് പണ്ടും നമുക്ക് ഇന്ത്യൻ ജൂറിസ്ഡിക്ഷനിലല്ല വരുന്നത്. ആ ജൂറിസ്ഡിക്ഷനിൽ എവിടെയാണോ അതുള്ളത് അവിടെ പരാതി കൊടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അപൂർവമായിട്ട് ഇന്റർപോളിനെയും മറ്റും കണക്ട് ചെയ്തു വരുന്ന വിഷയങ്ങൾ. അപ്പോൾ ഇതിനൊരു പ്രായോഗികമായ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ലോയുടെ വളരെ ബേസിക് ജൂറിസ്പ്രുഡൻസ് ആയിട്ടുള്ള ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിനോ മനസ്സിനോ ഉണ്ടാകുന്ന മുറിവ്, ഇഞ്ചുറി, അല്ലെങ്കിൽ ഈ സിവിൽ രീതിയിൽ പറയുമ്പോൾ അതിൻ്റെ ഒരു ഡാമേജ്, അതിന് കാരണമായ രീതിയിൽ ഏത് വകുപ്പിലേക്ക് അതിനെ, ഉദാഹരണത്തിന് AI-യുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒറിജിനേറ്റ് ചെയ്ത വീഡിയോ ആണ് വരുന്നത്. ഇപ്പോൾ ഒരു പ്രശസ്തയായ നടിയുടെ AI ജനറേറ്റഡ് വീഡിയോ വരുന്നു, അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന രീതിയിൽ. അപ്പോൾ അത് പഴയ IPC-യിലെ 354 ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ ABCD ഉപവകുപ്പുകൾ ഇപ്പോഴുണ്ട്. BNS-ലേക്ക് നോക്കുമ്പോൾ അത് 351 ക്രിമിനൽ ഇൻറ്റിമിഡേഷനിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ പഴയ 509 വെച്ച് നോക്കുമ്പോൾ ഒരു ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ, ഒരു ഭീഷണിയുടെ സ്വരം, ഈ വീഡിയോ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ് അല്ലെങ്കിൽ പണം തട്ടാൻ, അപ്പോൾ അത് ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ എന്ന നമ്മുടെ ബേസിക് ജൂറിസ്പ്രുഡൻസിൽ ഒരു ഒഫൻസിനെ അട്രാക്ട് ചെയ്യുന്നു. കൂടാതെ ഈ പഴയ 354 ഉപോത്പലകമായിട്ട് വരുന്ന 74 BNS വകുപ്പ്, അതനുസരിച്ച് 1 വർഷം മുതൽ 5 വർഷം വരെ അഗ്രവേറ്റഡ് ഫോമിലുള്ള സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലാണെങ്കിൽ 5 വർഷം വരെ ശിക്ഷ കൊടുക്കാവുന്ന നമ്മുടെ ബേസിക് ടെക്സ്റ്റ്, ബേസിക് ക്രിമിനൽ നിയമമായിട്ടുള്ള BNS-ന്റെ വകുപ്പ് ഇട്ടുകൊണ്ട് ഈ AI വീഡിയോയെ അല്ലെങ്കിൽ അത് ഒറിജിനേറ്റ് ചെയ്തവരെ പ്രതിരോധിക്കാനുള്ള ഒരു FIR തയ്യാറാക്കാം എന്നതേ ഇപ്പോൾ പ്രാബല്യത്തിലുള്ള ഒരവസ്ഥ. ഇനി ഒരു പക്ഷേ പാർലമെന്റ്, രാജ്യസഭ, ലോക്സഭ വളരെ പെട്ടെന്ന് ചർച്ച ചെയ്ത് ഈ AI-യുടെ സാങ്കേതിക വിദ്യയെ പ്രതിരോധിക്കാൻ, അതിൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് നമ്മുടെ ജനങ്ങളെ രക്ഷിക്കാനുള്ള പുതിയ ഒരു ലോ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പുറപ്പെടുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇപ്പോൾ അത് പ്രാബല്യത്തിലില്ല. പിന്നെ മറ്റൊരു ചലഞ്ച് നമുക്കറിയാവുന്ന പോലെ ആർട്ടിഫിഷ്യൽ AI ഇന്റലിജൻസിന്റെ ഗ്രോത്ത് വളരെ റാപ്പിഡായിട്ടാണ്. അതിൽ ഇന്ന് കാണുന്ന ടെക്നോളജി അല്ല വിത്തിൻ 6 months മാറുന്നത്. അപ്പം നമുക്ക് ഒരു ലോ എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാക്കുന്നത്, നേരത്തെ നാം പറഞ്ഞു 1860-ലെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഇന്ത്യൻ പീനൽ കോഡാണ് ഏകദേശം 150 വർഷത്തോളം നമ്മുടെ രാജ്യത്ത് ആരെയൊക്കെ എങ്ങനെയൊക്കെ ഏതെല്ലാം കുറ്റങ്ങൾക്ക് വധശിക്ഷ പോലും കൊടുക്കണമെന്ന് തീരുമാനിച്ചത്. അതിൽ ചിലർ ക്രിട്ടിക്കായിട്ട് പറയുന്നുണ്ട്, ഇന്ത്യക്കാരന്റെ അപ്രൈസിങ്ങിനെ
ഒന്നാം സ്വാതന്ത്ര്യ സമരം തൊട്ട് വന്ന അപ്രൈസിങ്ങിനെ പോലും അടിച്ചമർത്താൻ 9 ഇൻസ്റ്റൻസസ് ഓഫ് ഡെത്ത് പണിഷ്മെന്റ് കൊടുത്ത് ഈ രാജ്യത്തിന്റെ ചട്ടക്കൂടിലേക്ക് ഒതുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കോഡാണ് നമ്മുടെ ഈ നാട്ടിൽ നമ്മൾ 1.5 നൂറ്റാണ്ടോളം കൊണ്ടുവന്നത്. അതിനെ ഒരു മാറ്റം എന്ന നിലപാടിലാണല്ലോ കേന്ദ്ര സർക്കാർ പുതിയ BNS കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടുത്തെ ചലഞ്ച് എത്ര വട്ടം ക്രിമിനൽ നിയമങ്ങളെ പരിഷ്കരിക്കാൻ പറ്റും? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ തടയാനായിട്ട് ഒരു നിയമം 2026 കൊണ്ടുവരികയാണെങ്കിൽ വെദർ ദാറ്റ് ക്യാൻ ബി എക്സ്പയർഡ് ഇൻ എ വെരി സൂണർ പീരീഡ്. 2027-28 പുതിയ നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാഹളം കൂട്ടാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ നിയമ സംവിധാനങ്ങൾ, നമ്മുടെ നിയമ സാമാജികർ, പാർലമെന്റ് അംഗങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ച് അതിന്റെ കാര്യ ഗൗരവത്തോടു കൂടി സമീപ ഭാവിയിൽ ഒരു ന്യൂട്രലായിട്ട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 ഇയേഴ്സിന്റെ കപ്പാസിറ്റിയിൽ വരാൻ പോകുന്ന AI വളർച്ചയെ, അതിന്റെ ദുരുപയോഗത്തെ തടയാനുള്ള ഒരു നിയമം നമുക്ക് പ്രതീക്ഷിക്കാം. ചുരുക്കം എന്ന് പറഞ്ഞാൽ AI പ്രത്യേകിച്ച് അത്തരം കുറ്റകൃത്യങ്ങൾ തടയാൻ നമുക്കൊരു നിയമമില്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇല്ല. അതിന് പകരമായിട്ട് നമുക്ക് ഉള്ള നിയമത്തിലെ വകുപ്പുകൾ മൂലമുണ്ടാകുന്ന എൻ്റെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന ലംഘനം ഈ പ്രസ്തുത ജർമ്മനിയിൽ നിന്നുള്ള ഡൊമൈനിൽ നിന്ന് വന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫേസ്ബുക്കിന്റെ, വാട്സാപ്പിന്റെ ഇന്ന ഐഡികളിൽ കൂടെ കയറി ഇറങ്ങി അതിൽ ഇന്ന ആളുകൾ പങ്കാളികളായി ഇന്ത്യയിലുള്ള ഇത്ര പേരുടെ ഒത്താശയോടുകൂടി ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ റൂട്ട് മാപ്പിലോട് വന്ന വീഡിയോ എൻ്റെ ഇന്ന അവകാശങ്ങൾ ലംഘിക്കാൻ കാരണമായി. അത് എൻ്റെ മൊഡസ്റ്റി ഓഫ് എ വുമൺ 74 വകുപ്പ് BNS പ്രകാരമുള്ള ഒരു വിഷമം എനിക്ക് ഉണ്ടാക്കിയതിന് തക്കതായ ശിക്ഷ ഇതിൽ രേഖപ്പെടുത്തുന്ന, ഇതിന് വാക്കായി പ്രവർത്തിച്ച വ്യക്തികൾക്ക് 1 മുതൽ 5 വർഷം വരെയുള്ള പണിഷ്മെന്റ് വാങ്ങിക്കൊടുക്കണം എന്ന പ്രോസിക്യൂഷൻ കേസ് മാത്രമാണ് ഇപ്പൊ സാധ്യമായിട്ടുള്ളത്. ഇന്ന് ആകാശവാണിയിൽ പറയുന്നുണ്ട്, കേന്ദ്ര സർക്കാർ, ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രാലയം വലിയ ഒരു കോൺഫറൻസ് നടത്തുകയാണ്. അവര് ഇന്ത്യയിലെ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ട് വിവിധ രാജ്യങ്ങളിലുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു AI ഡിഫൻസ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനുള്ള അവരുടെ പ്രത്യേക ലാബ്, അതിൻ്റെ ഒരു മൊബൈൽ ക്ലിനിക്ക് പോലെ AI വിഷയങ്ങൾ നടക്കുന്ന സ്ഥലത്തെ സൈബർ തട്ടിപ്പുകൾ നേരിടാനും ഫോറൻസിക് എവിഡൻസ് കളക്ട് ചെയ്യാനും ഒക്കെയുള്ള. അപ്പോൾ രാജ്യം വളരെ കുലംകുഷിതമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, അവർ സ്റ്റെപ്പ് എടുത്തു വരുന്നുണ്ട്. ഇംപ്ലിമെന്റേഷൻ ലെവലിൽ അതിന് കുറച്ച് സമയമെടുത്തേക്കും.